ഞങ്ങളുടെ യാത്ര ഒളിമ്പ്യ പാർക്കിലോട്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 48 മിനിറ്റ് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. ഒളിമ്പ്യ പാർക്ക് മ്യൂണിക്കിലുള്ള അത്യാവശ്യം പേര് കേട്ടൊരു സ്ഥലം തന്നെയാണ്. ആൾക്കാർ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരിടങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1972 ഒളിമ്പിക്സ് ഗെയിംസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു പാർക്കാണിത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഒളിമ്പ്യ പാർക്ക് എന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത് ഞാനവിടെ പോയ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്. അവിടെ ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറച്ചും ലോക്കുകളാണ്. അതിൽ നിന്നിട്ട് ആളുകളുടെയൊക്കെ പേര് എഴുതിയിട്ട് ലൗഡ് ചിഹ്നമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് ലവ് ലോക്ക് എന്നാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 2000-കളിൽ ഇതിനെ ലവ് ലോക്ക് ബ്രിഡ്ജായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഒരു ആചാരം ഈ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടാവാറുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇത് നിറച്ച് ലോക്കുകളാട്ടോ. ഇപ്പം നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ലോക്ക് എടുത്ത് അതിൽ പേരെഴുതി വെച്ച് ഇത് ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഈ കീ എടുത്ത് വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്നേഹബന്ധം ആഴത്തിലുള്ളതാകുമെന്നു പിന്നെ അതുപോലെ അതില്ലാതായി പോവില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രതീകമായിട്ട് ദമ്പതികളും ലവേഴ്സൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഓരോ ലോക്കുകളും ഓരോ കഥ പറയുന്നു എന്ന് പറയാം. ലോകമെമ്പാടുമുള്ള പ്രണയിനികളുടെയും സ്നേഹബന്ധങ്ങളുടെയും ഒരു സ്മാരകമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ആചാരം ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് സെർബിയയിലെ ഒരു ചെറിയ നഗരമായിട്ടുള്ള വാലിവോയിലായിരുന്നു. യുദ്ധത്തിനിടയിൽ പ്രണയിതാക്കൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിനായിട്ട് അവർ പാലങ്ങളിൽ ഇതുപോലെ ലോക്കുകൾ ഇട്ടതിന് ശേഷം കീ എടുത്തിട്ട് വെള്ളത്തിലേക്ക് കളഞ്ഞു എന്നാണ് ചരിത്രം. അതിനുശേഷം ഇത് ലോകമെമ്പാടും പ്രചാരം നേടി. അങ്ങനെയാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ലോക്കിംഗ് രീതി, ലവ് ലോക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളൊരു റിലേറ്റീവ്സിൻ്റെ വീടുണ്ടായിരുന്നു അവൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോന്നു.